എക്സാമിന്റെ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യമാണ് യൂണിറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടേം തന്നെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ? ഇത് ലൈറ്റിന്റെ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് യൂണിറ്റ് ഇല്ല. സോ റൈറ്റ് ആൻസർ ഇസ് നോ യൂണിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മീഡിയംസ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് കൂടുതൽ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ അധികം പഠിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 മാധ്യമങ്ങളുടെ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രകാശിക സാന്ദ്രത ഡെൻസിറ്റി ഓർഡർ ആണ് ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. ഡെൻസിറ്റി ഓർഡർ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതാണ് സ്പീഡിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നോക്കൂ, ഡെൻസിറ്റിയുടെ ഓർഡർ ആണ് ഇത്, സ്പീഡിന്റെ ഓർഡർ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്, പിന്നെ വെള്ളം, പിന്നെ എയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഓർഡർ മനസ്സിലാക്കി വെക്കണം. ഈ ഓർഡർ ഉണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ്, അതെന്ന് പറയുമ്പോൾ സ്പീഡിന്റെ ഓർഡർ ആണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിലായിരിക്കും? എയറിലാണ്, പിന്നെ വെള്ളം, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഈ ചോദ്യമാണ്. പ്രകാശിക വേഗത ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? നോക്കടാ, എയർ ഉണ്ടോ നോക്കുക. എയർ ഉണ്ട് അല്ലേ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, വാക്വം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? എയർ ക്ലിക്കും. കാരണം അതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും സ്പീഡ് വാക്വത്തിലാണ്, പിന്നെയാണ് എയറിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മെറ്റീരിയൽ യൂസ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്. താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോഫ്റ്റ് അയൺ, പച്ചിരുമ്പാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അത് അടുത്ത ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മളുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ലെങ്തിന്റെ ഒരുപാട് യൂണിറ്റുകൾ. അപ്പൊ നമുക്ക് 4 പേരെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. സോ അടുത്ത വീഡിയോയിൽ കാണാം.